ഹലോ ഫ്രണ്ട്സ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞ മാർക്കറ്റ് നിഫ്റ്റി ലെവൽസിലേക്ക് നമുക്കൊന്ന് പോകാലോ. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞ ലെവൽസ് 24,700 റേഞ്ചിൽ 24,780 ആയിരുന്നു ഞാൻ അപ്പുറത്ത് പറഞ്ഞത്. ഇപ്പോൾ ചെയ്യുന്നത് ഓൾമോസ്റ്റ് 24,745 ആണ്. സോ നിഫ്റ്റി എനിക്ക് തോന്നുന്നു ആ റേഞ്ചിൽ തന്നെ നിൽക്കുന്നു. ഇനിയിപ്പോൾ 1 അവർ ട്രേഡിംഗേ ഉള്ളൂ. 1 അവർ ട്രേഡിങ്ങിൽ ഞാനൊരു മിറാക്കിളൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ഇന്നത്തെ HDFC ബാങ്ക് എടുക്കാന്ന് വെച്ചാൽ ഇപ്പോൾ ചെയ്യുന്നത് 1622 HDFC ചെയ്യുന്നത്. അപ്പോൾ പൊതുവെ നിഫ്റ്റിനെ കുറിച്ച് എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഒരു കറക്ഷൻ ഫ്രം ദി ഓൾറെഡി എലിവേറ്റഡ് ലെവൽസ് ഇൻ ദ കമ്മിങ് മന്ത്സ് ഈസ് അൺലൈക്ലി. ഒരു കറക്ഷൻ പ്രതീക്ഷിക്കുന്നില്ല, ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ ഇപ്പം മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ വെച്ചാൽ സെൻട്രൽ ബാങ്കിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഈ കൊല്ലം ഉണ്ടാകുന്ന വലിയൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. പിന്നെ ഈ 81,000 നമ്മൾ ബ്രീച്ച് ചെയ്തിട്ടുണ്ടല്ലോ. ഈ ജൂലൈയിൽ 81,000 സെൻസെക്സ് ബ്രീച്ച് ചെയ്തിരുന്നു. സോ ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇന്ത്യൻ ഇക്വിറ്റീസ് ട്രേഡ് ചെയ്യുന്നത് 24 ടൈംസ് ഏർണിങ്സ് അബൌവ് ദ 25 ഇയർ ആവറേജ് ഓഫ് 20. കഴിഞ്ഞ 25 കൊല്ലം എടുക്കാൻ വെച്ചാൽ അതിൻ്റെ ആവറേജ് നോക്കുക 20. ഇപ്പം ചെയ്യുന്നത് 24 ടൈംസ് ഏർണിങ്സിലാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് വി ആർ നോട്ട് എക്സ്പെക്ടിങ് ടു ഗെയിൻ മച്ച് ഫോർ ദി റിമൈനിങ് ഓഫ് ദി ഇയർ ഓൾസോ. അപ്പോൾ സെൻസെക്സ് എനിക്ക് തോന്നുന്നു വെച്ചാൽ 2024 എൻഡിൽ ചിലപ്പോൾ 83,000 വരെ ടച്ച് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറയും. സോ 2025 അനലിസ്റ്റ് പറയുന്നത് അത് 83,500 വരെ പോകുന്ന പറയുന്നു. സോ ഇപ്പം എന്ന് വെച്ചാൽ ഏർണിംഗ് സീസണൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഈ ഗ്ലോബൽ ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ ഈ ഗ്ലോബൽ ജിയോ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിനെ വലിയ ഇങ്ങനെയൊന്നും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഉള്ള അറ്റൻഷൻ എന്താ വെച്ചാൽ ഈ US ഫെഡറൽ റിസർവ് പോളിസി എങ്ങനെയാണ് ഈ റേറ്റ് കട്ട് വരുന്നത് സെപ്റ്റംബറിലാണെന്ന് പറയുന്നത്. സെപ്റ്റംബർ ഉണ്ടാവുന്നതാണ് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ അതിനെ ആൻറ്റിസിപ്പേറ്റ് നിൽക്കാതെ അപ്പം എൻ്റെ ഒരു വ്യൂ വെച്ച് നിഫ്റ്റി നോക്കുക വെച്ചാൽ 24,500 ഒരു 25,500 വരെ പോകാനുള്ള റേഞ്ചാണ് ഞാൻ കാണുന്നത്. 24,500 ഒരു 1,000 പോയിന്റ്സ്. ആ 25,500 ബൈ ദ എൻഡ് ഓഫ് ദ ഇയർ എനിക്ക് പ്രതീക്ഷിക്കാവുന്നുള്ളൂ. ബൈ ദ എൻഡ് ചിലപ്പോൾ 26,000 വരെ ഒരു 2025 നമുക്ക് പ്രതീക്ഷിക്കാം. 26,000. സോ അതാണ് ഞാൻ നിഫ്റ്റി അടുത്ത കൊല്ലം എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ ഈ കൊല്ലം എങ്ങനെയാണ് എൻ്റെ ഒരു വ്യൂ പ്രകാരം 25,500 മുകളിലൊന്നും പോകാൻ സാധ്യതയില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ അത് വേറെ ഒരു കാര്യം. പിന്നെ എനിക്ക് ഇന്ന് പറഞ്ഞത് വെച്ചാൽ 2 സ്റ്റോക്കുകളെ കുറിച്ച് ഞങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയ സ്റ്റോക്ക് ഒരു ബാറ്റ ഇന്ത്യ എന്നുള്ള സ്റ്റോക്ക് ഞാൻ രാവിലെ പറഞ്ഞത്. ബാറ്റ ഇന്ത്യ ഒരു നല്ലൊരു കമ്പനിയാണ്. ബാറ്റക്ക് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ, ഒരുവിധം എല്ലാ സ്ഥലത്തും ഔട്ട്ലെറ്റുള്ള ഒരു കമ്പനിയാണ്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ ബാറ്റേൻ്റെ ഷൂസ് ഇട്ട് നടന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ബാറ്റ കമ്പനി ഇപ്പോൾ എന്തുകൊണ്ട് അതിൻ്റെ സ്റ്റോക്ക് ഫോളോ ചെയ്യുന്ന വെച്ചാൽ അത് കറക്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് മോസ്റ്റ്ലി ഈ കോമേഴ്സ് പ്ലാറ്റ്ഫോമിൽ ആൾക്കാർ ഈ ഷൂസ് ചെരുപ്പുകളൊക്കെ വാങ്ങാൻ ശ്രമിക്കും. ഇപ്പോൾ ഈ ബാറ്റ ഷോറൂമിൽ പോയിട്ട് വാങ്ങുന്ന ആൾക്കാരോ ഇപ്പോൾ പല ഷൂ കമ്പനീസും വന്നല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കണം കുറച്ച് കുറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് എന്തായാലും ബാറ്റ തന്നെയാണ്. ഒരു 1,300 ആ റേഞ്ചിലൊക്കെ ബാറ്റ ഞാൻ കാണുന്നൊരു ബൈ ആയിട്ടാണ് കാണുന്നത്. പക്ഷേ അത് നിങ്ങളെ ഇഷ്ടം ബൈ ചെയ്യുന്നത്. ഇത് എൻ്റെ ഒരു വ്യൂ ആണ്. ഇറ്റ്സ് നോട്ട് എ ബൈ റെക്കമെൻഡേഷൻ. പക്ഷേ ഞാൻ ഒരു വ്യൂ കണ്ടത് ഈ സ്റ്റോക്കിന് ഇതാണ് ഞാൻ കണ്ടെത്തിയിട്ടുള്ളത്. സോ ഇപ്പം ഞാൻ കാണുന്നത് നല്ലൊരു ബാങ്ക് കുറച്ച് കറക്റ്റ് ആയിട്ട് കാണുന്നത് നിഫ്റ്റി തന്നെ കാണുന്നത് ഇൻഡസിൻ്റെ ബാങ്കാണ്. സോ ഫോർ ഈ ബാറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. കാരണം നമ്മളെ ഈ ആമസോൺ കൂട്ട ആൾക്കാർ ഇപ്പം ഈ ഷൂസും ചെരുപ്പും ഒക്കെ വാങ്ങിച്ച് കൂട്ടുന്നുണ്ടല്ലോ. ഇപ്പോൾ കുട്ടികളൊക്കെ ആമസോൺ വഴി വാങ്ങിക്കുന്നത്. പക്ഷേ അതിലിപ്പോൾ അന്നേരത്തെ എനിക്ക് നമ്മളെ ഈ ആമസോണിനെ കുറിച്ചൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചു. കാരണം ഈ ആമസോണിൻ്റെ ഫൗണ്ടർ എല്ലാവർക്കും അറിയുന്ന ആളല്ലേ, ജെഫ് ബാസോസ് എന്ന് പറഞ്ഞ അയാൾ ഈ കമ്പനി തുടങ്ങുന്ന സമയത്ത് ഒരു ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ആയിട്ട് തുടങ്ങിയ ഒരു കമ്പനി ആയിരുന്നു. ആ സമയത്ത് അയാളുടെ കയ്യിൽ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അയാൾ എല്ലാ ഫ്രണ്ട്സിനോടും ഇയാളെ കമ്പനിയിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ പല ആൾക്കാരും ദേ വർ നോട്ട് കോൺഫിഡൻറ്റ് ആ സമയത്ത്. അതുകൊണ്ട് ഈ ജെഫ് ബാസോസിൻ്റെ കമ്പനിയിൽ അധികം പൈസ ഒന്നും ഇൻവെസ്റ്റ് അയാളുടെ ഫ്രണ്ട്സൊന്നും അധികം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അയാൾ 2 സിബ്ലിങ്സ് ആ സമയത്ത് $10,000 വെച്ചിട്ട്
ഈ ഓൺലൈൻ സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അന്ന് ഇൻട്രസ്റ്റ് കാണിച്ചു. അങ്ങനെ ഈ സിബ്ലിങ്സിൻ്റെ ഇന്നത്തെ അവരെ വർത്ത് വെച്ചാൽ മോർ ദാൻ 1 ബില്യണാണ്. അന്ന് ഒരു $10,000 ഇൻവെസ്റ്റ് ചെയ്ത് ജെഫ് ബെസോസിൻ്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ആമസോണിൻ്റെ ഇന്ന് ആ സിബ്ലിങ്സിൻ്റെ വർത്ത് 1 ബില്യണിൽ കൂടുതലാണ്. സോ ആമസോണിൻ്റെ ഈ ഇത്ര വലിയൊരു റൈസ് ഇൻ ദ മാർക്കറ്റ് ആമസോൺ ഉണ്ടായ ഒരു ഭയങ്കര കോംപ്ലക്സ് സ്റ്റോറിയാണ്. ഈ ആമസോണിന് മുന്നിൽ എന്തുകൊണ്ട് ഇവിടെ കുറേ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോംസ് ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് അവർ ഇത്ര വലിയൊരു ഒരു സക്സസ്ഫുൾ കമ്പനിയായി മാറിയെന്ന് വെച്ചാൽ ഈ ആമസോൺ എന്നുള്ള കമ്പനീൻ്റെ ഐഡിയ അയക്ക് വന്നത് 1994 സ്റ്റാർട്ട് ചെയ്ത ഒരു കമ്പനിയാണ്. അതൊരു ന്യൂയോർക്ക് സിറ്റിയിൽ ഒരു 14ാമത്തെ ഫ്ലോറിൽ ഉള്ളൊരു മിഡ് ടൗൺ ഒരു ബിൽഡിങ്ങിൽ ഇരുന്നിട്ട് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തൊരു കമ്പനിയാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഒരു നിയർലി 20 years കഴിഞ്ഞതിന് ശേഷം ഇന്ന് ആ കമ്പനീൻ്റെ വളർച്ച എത്തിയിട്ട് 20 കൊല്ലം എടുത്തു നോക്കി. 1994 ഇപ്പം നമ്മൾ ഏകദേശം 2024 ഒരു 20 കൊല്ലം കഴിഞ്ഞിട്ട് ഈ കമ്പനി ഇന്ന് എംപ്ലോയ് ചെയ്യുന്ന 90,000 പീപ്പിൾ, മോർ ദാൻ 90,000 പീപ്പിൾ ഓൾ ഓവർ ദ വേൾഡ്. ആൻഡ് വൺ ഓഫ് ദി ബെസ്റ്റ് നോൺ കോർപ്പറേഷനാണ് ഈ പ്ലാനറ്റിലുള്ളത്. അത്രയും വലിയൊരു കമ്പനിയായി മാറിക്കഴിഞ്ഞു. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഞാൻ ഈ 1990s നമ്മുടെ നാട്ടിലും ഈ സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ് എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അന്നൊക്കെ നമ്മുടെ രാജ്യത്ത് ഈ കോമേഴ്സിനെ അവർ എൻകറേജ് ചെയ്തിട്ടില്ല. കാരണം ഇത് ഗവൺമെൻറ് വാസ് നോട്ട് ഓൾസോ എൻകറേജിങ് ദ ഇ കോമേഴ്സ് ബിസിനസ്. അതിലൊരു പ്രധാന കാരണം വെച്ചാൽ ദേ വാണ്ട് ടു പ്രൊട്ടക്ട് ദി കിനാര സ്റ്റോഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്നുണ്ട്. സോ ദ ബിഗ് കോർപ്പറേഷൻസോ ആർക്കും ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോംസിൽ ബിസിനസ് ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് ബിസിനസ് ഡിഫിക്കൽട്ടായിരുന്നു. പിന്നെ വലിയൊരു പ്രശ്നം വെച്ചാൽ അവർ റിട്ടേൺ എടുക്കില്ല. ഞാനൊക്കെ ഇത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കണ്ടാണ് ഈ ആമസോൺ വന്നതിന് ശേഷമാണ് ഇത് റിട്ടേൺസ് ഒക്കെ എടുക്കാൻ തുടങ്ങി. അതിന് മുന്നിലുള്ള ചില ഇ കോമേഴ്സ് കമ്പനികളൊന്നും റിട്ടേൺസ് എടുക്കില്ല, ഡെലിവറി പ്രോബ്ലംസ്, ഇങ്ങനെയുള്ള കുറേ സ്റ്റാർട്ടപ്പ് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അത്. സോ അപ്പോൾ ഈ ആമസോണിൻ്റെ ഇത്ര വലിയൊരു സക്സസ്സിന് കാരണം എന്താണെന്ന് ഒരു കാലത്ത് ആൾക്കാർ ജെഫ് ബെസോസോട് ചോദിച്ച സമയത്ത് അയാളോട് പറഞ്ഞു, നിങ്ങളെ കമ്പനി എന്തുകൊണ്ട് ഇത്ര വലിയൊരു കമ്പനിയായി മാറി? അതിൻ്റെ കാരണം ആൾ പറഞ്ഞ വെച്ചാൽ ഫസ്റ്റ് റീസൺ എന്ന് വെച്ചാൽ വി ആർ ജെന്യൂൻലി കസ്റ്റമർ സെൻട്രിക് എന്നാണ്. വി ആർ ജെന്യൂൻലി ലോങ് ടേം ഓറിയൻറ്റഡ്. വി ആർ ജെന്യൂൻലി ലൈക്ക് ടു ഇൻവെൻറ്റ്. മോസ്റ്റ് കമ്പനീസ് ആർ നോട്ട് ദോസ് തിങ്സ് എന്നാണ് പറഞ്ഞു. So most of the companies and they focused on the competitor rather than the customer. So ഇതാണ് അവർ പറഞ്ഞത്. They want to work on things that will pay dividends in 2 or 3 years. And if they don't work in 2 or 3 years, they will move on to something else. And they prefer to be close followers rather than inventors because it is safer. So if you want to capture the truth about Amazon, that is why we are different in Alabama. വളരെ ചുരുക്കം കമ്പനികൾ മാത്രമേ ഈ 3 എലിമെന്റ്സ് ഉള്ളതെന്ന് പറഞ്ഞു. സോ ഇതാണ് അതൊരു ഗ്രേറ്റ് കമ്പനിയായിട്ട് മാറ്റിയത്. അതിന് മുന്നിലുള്ള വലിയൊരു എന്റർപ്രൈനർ സക്സസ് എന്ന് വെച്ചാൽ സാം വാൾട്ടൺ ആയിരുന്നു. ഒരു സിംഗിൾ സ്റ്റോർ ദാറ്റ് സെൽസ് എവറിത്തിങ്, അതായിരുന്നു അതിൻ്റെ സാം വാൾട്ടൺ. ഞാൻ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ സാം വാൾട്ടനെ കുറിച്ചുള്ള, വാൾമാർട്ടിനെ കുറിച്ചുള്ള, നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലാവും എന്താണ് ഇതിൻ്റെ റീറ്റെയിലിങ്ങിൽ. ഞാനിത് രണ്ടാമത്തെ റീറ്റെയിലിംഗെ കുറിച്ച് പറയാണ്. അപ്പോൾ റീറ്റെയിലിങ്ങിൽ നമ്മുടെ നാട്ടിൽ ഈ ബാറ്റ നല്ലൊരു കമ്പനിയായിട്ട് എനിക്ക് തോന്നുന്നത്. ബാറ്റേൻ്റെ എത്രയോ കാലം മാർക്കറ്റിലുള്ളൊരു കമ്പനിയാണ്, കസ്റ്റമറുടെയൊക്കെ കോൺഫിഡൻസ് ഉള്ളൊരു കമ്പനിയാണ് ഈ ബാറ്റ എന്ന് വെച്ചാൽ. പക്ഷേ ഞാൻ ബാറ്റേൻ്റെ കമ്പനീൻ്റെ സ്റ്റോക്കൊന്നും ഞാൻ ഹോൾഡ് ചെയ്തില്ല. പക്ഷേ ഞാൻ ബാറ്റേനെ കുറിച്ച് എൻ്റെ ഒരു ജനറൽ ഒപ്പീനിയൻ പറയാം നിങ്ങളോട്. സോ ഇറ്റ് ഈസ് കറക്റ്റഡ് നൗ. സോ ദീസ് ആർ ദ കമ്പനീസ് ഇന്ന് ഞാൻ കാണുന്നത്. പിന്നെ ഞാൻ പറഞ്ഞത് നല്ലൊരു ബാങ്കിങ്ങിൽ ഇപ്പോൾ കുറച്ച് കറക്ഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് കറക്റ്റ് ചെയ്ത ബാങ്ക് ഇൻഡസ്ഇൻഡ് ബാങ്കാണ്. സോ ഇൻഡസ്ഇൻഡ് ബാങ്ക് ഓൾമോസ്റ്റ് 1330 ബിലോ എല്ലാം ഇറ്റ് ക്യാൻ ബൗൺസ് ബാക്ക്. സോ ദാറ്റ് ഈസ് ഓൾ ഞാൻ വാണ്ട് ടു സേ ടുഡേ. So let us see in the after the market hours how the market is responding. So thank you for viewing my channel. Have a nice day. Kindly subscribe my channel, and if you need any stock specific videos or something in some subject you are interested, please write me to me in the comment section so that I can make some videos as per your interest. So thank you friends, thank you very much for viewing my channel.